ഒരു ഇന്റർ റിലീജിയൻ വെഡിങ് ആങ്കർ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെയാണെന്ന് പറഞ്ഞു തരാവേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചൂസ് സേഫ് വേർഡ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളുടെ അടുത്ത് അവരുടെ കൾച്ചറൽ റിലീജിയസ് ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ തൊടുകയേ ചെയ്യണ്ട. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാറില്ലേ, അക്കോർഡിംഗ് ടു ആർ റിലീജിയൻ, അക്കോർഡിംഗ് ടു ആർ കൾച്ചർ എന്നൊക്കെ. അതിനൊക്കെ പകരമായിട്ട് നമുക്ക് തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. അതായത് ടുഡേ ഈസ് എബൌട്ട് ടു പീപ്പിൾ ചൂസിങ് ഈച്ച് അതർ ആൻഡ് ബ്രിങ്ങിങ് ഫാമിലീസ് ടുഗെദർ. പിന്നെ ഏറ്റവും ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത് പ്രെയറിൻ്റെയും ക്യാൻഡിൽ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്താണ്. ഇപ്പോൾ ലെറ്റസ് ബിഗിൻ വിത്ത് എ പ്രെയർ എന്ന് പറയുന്നതിനും പകരമായിട്ട് ലെറ്റസ് ബിഗിൻ ദിസ് മൊമെൻറ്റ് വിത്ത് പീസ് ആൻഡ് ടുഗെദർനെസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും ന്യൂട്രലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ന്യൂട്രൽ എന്ന് പറയുന്നത് ബോറിംഗ് അല്ല, നമുക്ക് ഇൻ്റർ റിലീജിയൻ വെഡ്ഡിങ് ഏറ്റവും റെസ്പെക്റ്റോടു കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയാണ്.